രാഹുല, ഇപ്പോൾ ഒരു വാർത്ത പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ട്. പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ നിന്ന പ്ലാവിൽ നിന്ന് ഒരു ചക്ക തലയിൽ വീണ് രോഗിക്ക് ഗുരുതര പരിക്കെന്നുള്ളതാണ്. നമ്മള് രോഗിക്ക് ഗുരുതര പരിക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കറിയാം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം കഴുത്തുളക്കി ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമാണോ എന്ന് എനിക്കറിയത്തില്ല. പത്തനംതിട്ടയിൽ നിന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ ഫ്രണ്ടിൽ നിന്നിരുന്ന രോഗിയുടെ തലയിൽ ചക്ക വീഴുകയായിരുന്നു. അതായത് ആശുപത്രിയുടെ മുന്നിൽ നിന്നിരുന്ന പ്ലാവിൽ നിന്നാണ് ചക്ക വീണത്. അപ്പോൾ ആളുകൾ ഉന്നയിക്കാം, ഇതിനും ആരോഗ്യമന്ത്രി ഉത്തരം പറയേണ്ടതുണ്ടോ എന്ന്. പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പിന് മൊത്തത്തിൽ എന്തോ കഷ്ടകാലമാണ്. അതെ, ആരോഗ്യവകുപ്പിന് മൊത്തത്തിലൊരു കഷ്ടകാലമാണ്. അപ്പോൾ ഇതിപ്പോ ഒരു രസകരമായിട്ട് നമ്മൾ പറയുമെങ്കിലും ചക്ക വീണു, സംഭവം ഗുരുതരമാണ്. ഇപ്പം നമുക്കറിയാം, ഒരു ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് അവിടെ വരുന്ന രോഗികളെ സംരക്ഷിക്കുക എന്നത് ഒരു ഉത്തരവാദിത്തമാണ്. ഇനി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കേണ്ടത് അവിടെയുള്ള ജീവനക്കാരുടെ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ വരുന്ന രോഗികൾ ചക്ക വീണാലും തേങ്ങ വീണാലും ആശുപത്രിയിൽ വരുന്നത് രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ രോഗിയായിട്ട് പോകാനോ ഗുരുതര പരിക്കുകളോടെ പോകാനോ അല്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് ആശുപത്രി തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന വാർത്ത എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ടയിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ ആരോഗ്യമന്ത്രി ഇതിന് എന്തുത്തരം കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രിക്ക് ഇതിൽ ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ആരോഗ്യ മേഖലയിലെ പിഴവല്ല, പക്ഷേ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഇതിന്റെ പേരിൽ ഒരു ഖരാവോയും ഒരു മുദ്രാവാക്യം വിളിയും കരിങ്കൊടി കാണലും ഉണ്ടാകുമോ? അല്ല, ഇതിന്റെ പേരിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ആശുപത്രിയിൽ പോകുന്ന രോഗികൾ, അതായത് 5 വർഷമായിട്ട് വയറ്റിൽ കത്രിക തിരുവി നടക്കുന്ന രോഗികൾ, അതിനപ്പുറത്തേക്ക് ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിന്റെ കൈ അറുത്തു മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായി. അതേപോലെ തന്നെ എത്ര വിഷയങ്ങളാണ്. വലതുകാലിന് രോഗമായി ചെന്ന് കഴിഞ്ഞാൽ ഇടതുകാലിൽ ചികിത്സിക്കുന്ന ആശുപത്രികളായിട്ട് കേരളത്തിലെ ആശുപത്രികൾ മാറുമ്പോൾ ഉണ്ടാകുന്ന വിഷമം കൊണ്ടാണ് പലരും സമരത്തിലേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന രോഷം കൊണ്ടാണ് പ്രതിഷേധിക്കേണ്ടത്. ഒരു പൗരന്റെ മൗലിക അവകാശമാണ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് വരുന്ന ഓരോ രോഗിക്കും ഒരു വിശ്വാസമുണ്ട്. അവിടെ ഇരിക്കുന്ന ഡോക്ടറെ അവർ ദൈവത്തിന് തുല്യരായിട്ടാണ് കാണുന്നത്. ഹോസ്പിറ്റലിനെ കാണുന്നത് ഒരു ദേവാലയം പോലെയാണ്. പക്ഷേ നമ്മളുടെ നാട്ടിലെ എത്ര ഹോസ്പിറ്റലുകൾ, ശുചിത്വമുള്ള എത്ര ഹോസ്പിറ്റലുണ്ട്? കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അല്ലെങ്കിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പിൻഭാഗത്തേക്ക് എന്ന് വരുമ്പോൾ കാട് മൂടി എലിയും പാമ്പും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് മിക്ക സർക്കാർ ആശുപത്രികളുടെയും അതുപോലെ തന്നെ സർക്കാർ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ തന്നെ വരുന്ന ഡിസ്പെൻസറികളുടെയും ഒക്കെ അവസ്ഥ. അതിൽ തന്നെ എൻ്റെ നാട്ടിൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ഞാൻ പാലക്കാരനാണ്. പാലയിൽ നിന്ന് പൈക എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. പൈകയിലൊരു ജനകീയ ആരോഗ്യ കേന്ദ്രം ഗവൺമെന്റ് ആശുപത്രി പണിതിട്ട് അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിനായിട്ട് ഒരു സാധാരണക്കാരൻ, രതീഷ് എന്ന പേരുള്ള ഒരു സാധാരണക്കാരൻ, അദ്ദേഹം ഒരു ഇലക്ട്രോണിക് ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹം നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിന്റെ അവസാനമാണ് ഈ പറയുന്ന ഗവൺമെന്റ് ആശുപത്രി തുറന്നു കൊടുക്കുന്ന അവസ്ഥ വന്നത്. അതായത് നല്ല നിലവാരത്തിൽ പണിതിട്ടുള്ള ഹോസ്പിറ്റലുകൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാതിരിക്കുകയും ഹോസ്പിറ്റൽ എന്ന് പോലും പറയാൻ പറ്റാത്ത മാലിന്യ കൂമ്പാരങ്ങളെ ഹോസ്പിറ്റൽ എന്ന പേരിൽ പൊതുജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പിഴവ് തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് പിഴവുകൾ ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാനൊരു ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം ബാത്റൂമിൽ പോകാൻ വേണ്ടി പോയതാണ്. അവിടുത്തെ ബാത്റൂമുകളെല്ലാം നിറഞ്ഞ് തുളുമ്പി കിടക്കുകയാണ്. അടുത്തേക്ക് പോകാൻ കഴിയത്തില്ല, മൂക്ക് പൊത്തി പോകേണ്ട അവസ്ഥയുണ്ട്. അതായത് മെഡിക്കൽ കോളേജിലാണ്, ചികിത്സാ വിഭാഗമാണ്, അഡ്മിറ്റ് ചെയ്യുന്ന വിഭാഗമല്ല, ചികിത്സിക്കുന്ന അത്യാഹിത വിഭാഗത്തിലാണ്. അവിടെ ഒരു ബാത്റൂം പോലും ഇല്ലാത്ത സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. പല സമയങ്ങളും ചെന്ന് കഴിഞ്ഞാൽ പല ബാത്റൂമുകളും പൂട്ടിയിട്ടേക്കുവാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ ആലുവയിൽ താലൂക്ക് ആശുപത്രി പോയ സമയത്ത് അതിനകത്ത് ഒരു ടാപ്പ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, ബാക്കി എല്ലാ ടാപ്പിലും വെള്ളമില്ല. അല്ല, ഈ ബാത്റൂമില് ബക്കറ്റ് കമത്തി വെച്ചേക്കാണ്, ബാത്റൂമിൽ ആരും പോകാതിരിക്കാൻ വേണ്ടി. അല്ല, ആലുവ ഹോസ്പിറ്റലിന്റെ കാര്യത്തെ കുറിച്ച് ഒന്നും പറയാതിരിക്കണം. അടിസ്ഥാന സൗകര്യം എന്ന് പറയാനായിട്ട് വലിയൊരു കെട്ടിടവും അവിടെ പാർക്കിങ്ങിന് വരേക്കും ഫീസ്, ഒരു ബൈക്ക് കൊണ്ട് വയ്ക്കുന്നതിന് 10 രൂപ എങ്ങാണ്ടാണ് ഫീസ് ഉള്ളത്. അത്രയും വലിയ. പിന്നെ എന്തിനാണ് താലൂക്ക് ആശുപത്രി എന്നുള്ള പേര് വെച്ചത്? ഞങ്ങളുടെ നാട്ടിലൊരു താലൂക്ക് ആശുപത്രി ഉണ്ട്, പുനലൂർ താലൂക്ക് ആശുപത്രിയാണ്. അവിടുത്തെ സൗകര്യങ്ങളെല്ലാം വളരെ മനോഹരമാണ്. പക്ഷേ ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല, സ്റ്റാഫുകൾ വളരെ കുറവാണ്. അത് മാത്രമാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ചികിത്സ കിട്ടാത്തൊരു സംവിധാനം അവിടെ ഉണ്ട്. അത് എന്റെ പൊന്നു രാഹുലെ, അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ച് പോകണ്ട. എറണാകുളം ജില്ലയുടെ മെഡിക്കൽ കോളേജ്, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ രാത്രിയിൽ ചെന്നിട്ട് ചികിത്സ കിട്ടാതെ ഒടുക്കം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്ന ഒരാളാണ് ഞാൻ.
വേദന എടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ അസ്ഥി പൊട്ടി എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ ആലുവ ജനറൽ ഹോസ്പിറ്റലിൽ എക്സ്റേ സൗകര്യമില്ലാഞ്ഞിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എന്നെ റെഫർ ചെയ്യുകയാണ്. എന്നാൽ എൻ്റെ അസ്ഥി ഒടുങ്ങിയിരിക്കുകയാണ്, എനിക്ക് അത്രയും പെയിൻ ഉണ്ട്, എനിക്ക് ഒന്നിനും പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ കൊണ്ടുപോകാനായിട്ടൊരു വാഹന സൗകര്യം പോലും ഇല്ല. അല്ലെ, അറിയാലോ, അന്ന് ആക്സിഡന്റ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തി അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആംബുലൻസിന്റെ സേവനം കൊടുക്കേണ്ടതാണ്. ഒരു ആംബുലൻസ് ഇല്ല. അല്ല, ഇപ്പൊ ഇത് കാണുന്ന ആരാണെങ്കിലും ചോദിച്ചു ചക്ക വീണതിന്റെ പേരിൽ ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ചക്ക വീണതല്ല, ചക്ക വീഴുന്നതിന് മുമ്പിട്ട് ഒരു ഹോസ്പിറ്റലിൽ മൂടോടെ പൊളിഞ്ഞു വീണ ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജ് മറച്ചു വെച്ച് പറയുന്നതാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് എന്നിട്ട് അതിന്റെ പേരിൽ പറഞ്ഞ എന്താണ്, ഒരു അപായവും ഇല്ല എന്നും പറഞ്ഞ് ആദ്യം തള്ളി. പിന്നീടാണ് ആ ഒരു മരണം വന്നത്. അതും മാധ്യമങ്ങൾ പുറത്ത് കൊണ്ടുവന്നപ്പോഴാണ്. ഇല്ലെങ്കിൽ ഈ ഒരു വിഷയം അവർ മൂടി വെച്ചേനെ. തീപിടുത്തം, ഷോർട്ട് സർക്യൂട്ട്, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അത് പുറം ലോകത്തൊരു അധികം ഒന്നും വന്നിട്ടില്ല. മാധ്യമങ്ങൾ അറിയാതെ മൂടി വെച്ചാണ്. എങ്കിലും ചില മാധ്യമങ്ങൾ അങ്ങനെ ചെകഞ്ഞെടുത്തിരുന്നു. ചിന്തിച്ചു നോക്കുക, ഈർപ്പമുള്ള ഭിത്തി, അതിനുള്ളിൽ ലീക്കുള്ള വയറുകൾ. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ എക്സ്റേ റൂമിലോട്ട് പോകുന്ന വഴിക്ക് അത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇനി പോകുമ്പോൾ ഞാൻ വേണമെങ്കിൽ അതിന്റെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്ത് തരാം. കാരണം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ എക്സ്റേ റൂമിലോട്ട് പോകുന്ന സൈഡിൽ ഭിത്തി, ഒരു വയ്യാത്ത രോഗി ഭിത്തിയിൽ ചാരിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എർത്തടിക്കും. അവിടെ എർത്ത് കംപ്ലൈന്റ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും അതിപ്പോ ശരിയാക്കിയൊന്നും അറിയില്ല. ഞാൻ പറയുന്നത് ഏകദേശം 3-4 മാസം മുൻപത്തെ ഒരു അവസ്ഥയാണ്, മഴയുള്ള സമയത്ത്. അല്ല, എന്ത് തന്നെയാണെങ്കിലും ആരോഗ്യ മേഖലയിലെ ഇത്തരത്തിലുള്ള പിഴവുകളിൽ ആരോഗ്യമന്ത്രി ഇതൊന്നും എന്റെ കുഴപ്പം കൊണ്ടല്ല. അല്ല, ഒന്നാമത്തെ കാര്യം ചെയ്ത തെറ്റ് അംഗീകരിക്കുന്നുണ്ട്. മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും ചെയ്ത തെറ്റ് അംഗീകരിക്കണം. അതെ, അതല്ലാതെ ന്യായീകരിക്കണം. സിസ്റ്റത്തിന് പാളിച്ചയുണ്ട്, സിസ്റ്റത്തിന് ചില പോരായ്മകളുണ്ട്. അത് സമ്മതിച്ച് നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയേണ്ടതിന് പകരം ആർക്കാണ് ഇവിടെ കുഴപ്പമെന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ ആറ്റിറ്റ്യൂഡിലാണ് വിഷയം. ാണ് ഈ പറയുന്ന KSUവിന്റെ കയ്യിൽ നിന്ന് ഇന്നലെ തല്ലി കിട്ടിയെന്ന് പറയപ്പെടുന്നതും കിട്ടിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന അഭിനയമൊക്കെ ഇറക്കേണ്ടി വന്നത്. നല്ലൊരു ആക്ട്രസ് ആണ് പുള്ളിക്കാരി, സത്യസന്ധമായിട്ട് പറയുകയാണ്, നല്ലൊരു അഭിനേത്രിയാണ്. അല്ല, അഭിനയമൊക്കെ നമ്മളിപ്പോ സമരങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇവിടെ ഷാഫി പറമ്പില് പോലീസുകാരുടെ അക്രമം കിട്ടിയ സമയത്ത്, അതായത് പേരാമ്പ്രയില് കോളേജ് ക്യാമ്പസുമായി നടന്നിട്ടുള്ള ബന്ധത്തിന് ശേഷം പിന്നീട് അത് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഷാഫി പറമ്പിന്റെ മൂക്കിൽ ഒരു പോലീസുകാരൻ അടിച്ച് ചോര വരുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ചോര വരുന്നത് നമ്മൾ കണ്ടത്. അതിനുശേഷം പിന്നീട് എന്താണ് ഡിവൈഎഫ്ഐക്കാർ ചെയ്തത്? പിന്നീട് ഡിവൈഎഫ്ഐക്കാർ പുതിയ പുതിയ പ്രതിഷേധ സമരങ്ങളുമായിട്ട് ഇറങ്ങി മൂക്കില് പഞ്ഞി വെച്ച് മൂക്ക് ഇങ്ങനെ മൊത്തത്തിൽ വെച്ച് കെട്ടിക്കൊണ്ട്, നമുക്കറിയാം മറ്റേ CD മൂസയില് ഹരിശ്രീ അശോകൻ നടക്കുന്ന പോലെ കുറച്ച് ഡിവൈഎഫ്ഐക്കാർ ഇങ്ങനെ വന്നിട്ട് സമരങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്ന നമ്മൾ കണ്ടു. ഇവിടെ ആരോഗ്യമന്ത്രി കഴുത്തുളുക്കി കിടക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ കൊട്ട ചുക്കാതി വെച്ച് പെടലി ഇങ്ങനെ ഉളുക്കിയ ഒരു സമരം നടത്തുന്നത് നല്ലതായിരിക്കും. വരുന്നുണ്ടല്ലോ. അതെ, യൂത്ത് കോൺഗ്രസിന്റെ കൊട്ടൻ ചുക്കാതി ചലഞ്ച് വരുന്നുണ്ടോ എന്നുള്ള ചില വാർത്തകളൊക്കെ കണ്ടിരുന്നു. കാരണം യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് KSUക്കാർ സമരം നടത്തിയതിനകത്ത് KSUക്കാർ അങ്ങോട്ട് പോകുന്നത് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നീട് മാരകായുധങ്ങൾ കൊണ്ടാണ് ആക്രമിക്കാൻ പോയത്. ചില കാര്യങ്ങൾ കരിങ്കൊടി ആണെങ്കിലും മാരകായുധമാണ്, മുദ്രാവാക്യമാണെങ്കിലും മാരകായുധമാണ്. ഇതൊക്കെ കൊണ്ട് ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് ഉളുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ ഉളുക്കിന് കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം. നടപടിയാണല്ലോ ഇപ്പൊ അവര് അറസ്റ്റിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കാനാണ് CPI ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ചക്ക വീണതിന്റെ പേരിൽ ഇനി ആരും ആരോഗ്യമന്ത്രിയെ ആക്രമിച്ച് ചെല്ലേണ്ട ഒരു ആവശ്യമില്ല. ചക്ക വീണതിന്റെ ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഏറ്റെടുക്കുക. അപ്പോൾ ഇനി അവിടെ വരുന്ന രോഗികൾക്ക് അത്തരത്തിലൊരു വിഷയം ഉണ്ടാകാതിരിക്കുമ്പോൾ, നമുക്കറിയാം ചക്കയാണെങ്കിലും തേങ്ങയാണെങ്കിലും തലയിൽ വീണ് കഴിഞ്ഞാൽ ചിലപ്പം ജീവൻ വരെ പോകും. അവിടെ അദ്ദേഹത്തിന്റെ ബോധം ആദ്യമേ പോയി, അദ്ദേഹത്തിന് വലിയ വിഷയങ്ങളില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒരു ചക്കയൊക്കെ തലയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ, ആഘാതം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെടലി ഒടിഞ്ഞു പോവും, ചിലപ്പം മരണം വരെ സംഭവിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ ഇനി.